മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിലേക്ക് ഞാൻ എൻ്റെ കാർഡ്സിനെ സമർപ്പിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഹോളി സ്പിരിറ്റിലേക്ക് ഞാൻ എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. ഏറ്റവും കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ സാധിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം. ഈ 2024 അവസാന നാളുകളിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഈ ഒരു വർഷത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്ന കാര്യങ്ങൾക്ക് ദൈവത്തെ അല്പനേരം നിങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇനിയും അനുഗ്രഹങ്ങൾ നേടിത്തരുന്ന സമയമാണ്. നമ്മൾ ഇതുവരെയും പരാതിയായിരിക്കും പറഞ്ഞിട്ടുള്ളത്. അതില്ല, ഇതില്ല, എന്നെ എല്ലാവരും ചതിച്ചു, ഇങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട് എന്നുള്ള പരാതികളുടെ ഒരു ലിസ്റ്റായിരിക്കും നമുക്ക് കൂടുതലും ഉള്ളത്. എന്നാൽ അതൊന്നും മാറ്റി ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇത്രയും നാൾ പരാതി പറഞ്ഞിട്ട് അതിലൊന്നും മാറ്റം സംഭവിച്ചിട്ടില്ല. ഇനി ആ പരാതി കുറച്ച് നാളത്തേക്കും ഇത്രയും ദിവസം, ഇന്ന് തൊട്ട് ഒരു പകുതി ദിവസം നമുക്ക് ഉണ്ട്. ആ ഒരു പകുതി ദിവസത്തിലെങ്കിലും നമുക്ക് നന്ദി പറഞ്ഞു നോക്കാം. നമ്മുടെ ജീവിതത്തിൽ തന്ന നിമിഷങ്ങൾക്ക് നമുക്ക് നന്ദി പറഞ്ഞു നോക്കാം. ഈ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ 2024 അവസാന നാളുകളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് എന്തെല്ലാം മാറ്റമാണ് വരുന്നതെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങളുടെ ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസത്തിലെ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ തന്ന നിമിഷങ്ങൾക്ക് നന്ദി പറയുക. നിങ്ങൾക്ക് ഒരു ശ്വാസം മുട്ടും ഇല്ലാതെ നല്ല രീതിയിൽ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുവാനും അത് പുറത്തേക്ക് കളയുവാനുമുള്ള ഒരു സൗഭാഗ്യം നിങ്ങൾക്ക് തന്നതിനായി നന്ദി. എത്രയോ പേർ ഓക്സിജൻ പോലും ഇല്ലാതെ വളരെ ദുഃഖം അനുഭവിച്ച് ഒരു ഹോസ്പിറ്റലുകളിൽ കിടക്കുന്നു. ഓക്കെ, മറ്റ് ചില കഠിനമായിട്ടുള്ള അസുഖങ്ങളിൽ പല വ്യക്തികളും ഹോസ്പിറ്റലിൽ കിടക്കുന്നു. അപ്പോൾ അങ്ങനെയൊന്നുമില്ലാതെ ഇപ്പോഴും നിങ്ങളുടെ ശരീരത്തെ നോക്കി ഇത്രയും ബലത്തോടു കൂടി നിലനിർത്തിയിരിക്കുന്ന ദൈവത്തെ ഒന്ന് നന്ദി പറയാം. ഓക്കെ, ആ നന്ദി പറഞ്ഞതിന് ശേഷം നിങ്ങൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ജീവിതത്തിൽ തരാൻ പോകുന്ന നന്മകൾ എന്താണെന്ന്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് എൻ്റെ വ്യൂസിന് കൊടുക്കുന്ന ഈ 2024 അവസാന നാളുകളിലെ നന്മകൾ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് നന്മയാണ് നൽകുന്നത്? താങ്ക് യു യൂണിവേഴ്സ്. ആദ്യം വന്നത് തന്നെ 10 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് 10 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ദ എംപ്രസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 10, 1, 13, 4, 13 ആവർത്തിച്ചു, 16, 7, 4, 1, 3. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബജീവിതം ഒന്നാകാൻ പോകുന്നു. നിങ്ങൾ നന്ദി പറയുന്ന കാര്യം നിങ്ങളുടെ കുടുംബജീവിതം ഒന്നാകുന്നതിന് വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതിന് വേണ്ടിയിട്ടാണോ? ഒരു ഐക്യം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? നിങ്ങളുടെ മക്കളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടാണോ? അവരുടെ ഒരു കുടുംബജീവിതത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങളിപ്പോൾ നന്ദി പറഞ്ഞത്? ആ നന്ദി പറച്ചിലിൽ നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് ഒരു അനുഗ്രഹം, ഒരു കൂട്ടായ്മയാണ് തരുന്നത്, ഒരു ഹെൽത്താണ് നിങ്ങൾക്ക് കൊണ്ടുതന്ന് നൽകുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാകാം നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവർ നിങ്ങൾക്കിവിടെ വർദ്ധിക്കുന്നതായി കാണാം. ഓക്കെ, ഒരു സ്റ്റാർട്ടാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ തളർന്നു പോയി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും സ്ട്രെങ്ത് വരുന്നു. ഓക്കെ, നിങ്ങളുടെ ചിന്താഗതിയെ ഒന്നുകിൽ നിങ്ങളുടെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിയുടെ ചിന്താഗതിയെ നെഗറ്റീവ് തോട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മാറ്റി യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു, ഒരു ഐക്യത്തിലേക്ക് കൊണ്ടുവരുന്നു. സമാധാനം, സന്തോഷം നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു എനർജിയാണ് ലഭിക്കുന്നത്. അപ്പം നിങ്ങൾ നന്ദി പറയുന്നതിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നിങ്ങൾക്ക് മഹത്വം കാണാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് വാണ്ട് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തികൾ കൂടെ ഉണ്ട് എന്നുള്ള അത്രേ ഉള്ളൂ. അതിലൊരു കാര്യവുമില്ല. നിങ്ങളുടേതായിട്ടുള്ള ഒരു കാര്യത്തിലും അവർ ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, അത് ഹസ്ബൻഡ് ആയിരിക്കാം, വൈഫായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയായിരിക്കാം.
കൂടെ ഉണ്ട്, പക്ഷേ അവരെന്തിനാണ് കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതറിയത്തില്ല, കൂടെ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ അതിലൊരു മാറ്റം സംഭവിക്കുന്നു, ചേർത്ത് പിടിക്കുവാൻ പോകുന്നു, നിങ്ങളെ കൂടി ചേർത്ത് പിടിച്ച് അവരുടെ ലോകമാക്കി മാറ്റാൻ പോകുന്നു. ഇഗ്നോർ ചെയ്തിരുന്ന പല കാര്യങ്ങൾക്കും അവസാനം വരുന്നു, നിങ്ങൾ ഒന്നായി ചേരാൻ പോകുന്നു. ഓക്കെ, യൂണിവേഴ്സ് അതിനു വേണ്ടി നിങ്ങളെ ചേർത്ത് വയ്ക്കുന്ന എനർജി പ്രവഹിക്കുകയാണ്. ഓക്കെ, ആ പ്രവാഹം, ആ ഒരു എനർജിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും സംഭവിച്ച് മാറി നിൽക്കുന്ന എനർജി ഉണ്ടെങ്കിൽ, ഓക്കെ, നെഗറ്റീവ് എനർജി എന്തെങ്കിലും നിങ്ങളുടെ തോട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലുണ്ടെങ്കിൽ, ഇവിടെ നോക്കിയാൽ മനസ്സിലാകാം ഈ വ്യക്തി ഇവിടെ ഇരിക്കുന്നു എങ്കിലും അവരുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് അവർ ശ്രദ്ധ കൊണ്ട് വരുന്നില്ല. പക്ഷേ യൂണിവേഴ്സ് ഇവിടെ ചേർത്ത് കൊണ്ടുവരുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഡെത്ത് ആൻഡ് റീബർത്ത് വന്നിരിക്കുന്നു. ഇവിടെയും റീബർത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ അവസാനിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് വീണ്ടും പുനർജനനമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അവസാനിച്ചു പോയ പല കാര്യങ്ങളും വീണ്ടും പുനർജനിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് പുനർജനിക്കുന്ന എനർജിയാണ് ഇവിടെ വരുന്നത്. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ ഡെത്തിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഡെത്ത് ആൻഡ് റീബർത്ത്, നിങ്ങളുടെ കർമ്മ അവസാനിക്കുന്നു. ഓക്കെ, നിങ്ങൾ ചെയ്തു വെച്ചിരുന്ന എല്ലാ കർമ്മകളും, നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കർമ്മ അവസാനിച്ചിരിക്കുന്നു. എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ നിങ്ങൾ വിഷമിച്ചിരുന്നതായിട്ട്, കാരണം ഇവിടെ നോക്കിയാൽ മനസ്സിലാവും എങ്ങോട്ട് പോകണം, ഒന്നും ചെയ്യാൻ പറ്റാതെ ഇവിടെ ഒരു കാല് അവിടെ ഒരു കൈയുമായിട്ട് നിലത്ത് താഴെ വീഴുമോ ഇല്ലയോ, ഒരു ചെറിയ ഒരു കാറ്റടിച്ചാൽ മതി താഴെ വീഴുന്ന രീതി. ഇവിടെ ഒരാളാണ് നിൽക്കുന്നത് കേട്ടോ, അത് നിങ്ങളാണ്. ഓക്കെ, താഴെ വീഴുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഒന്നും തീരുമാനം എടുക്കാൻ വയ്യാതെ ഇരുന്ന ചില സന്ദർഭങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനിവിടെ ഡെത്ത് വന്നിരിക്കുന്നു. നിങ്ങളുടെ കർമ്മ അവസാനിച്ചിരിക്കുന്നു, എല്ലാം പൊട്ടി തകർത്തിരിക്കുന്നു. നിങ്ങളുടെ കർമ്മ ഇവിടെ കാണാം, ബ്ലാക്ക് എനർജി. ആ ഒരു ബ്ലാക്ക് എനർജി ഇവിടെ പൊട്ടി തെറിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഒരു പുതിയ ലൈഫ് നിങ്ങൾക്ക് സ്റ്റാർട്ടാകുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ ബന്ധിച്ച് വെച്ചിരുന്ന പല കാര്യങ്ങളെയും പൊട്ടിച്ചെറിയുകയാണ്. ഓക്കെ, ന്യൂ ബർത്താണ് ഇവിടെ വരുന്നത്. ഇവിടെ കാണാം സണ്ണ് വന്നിരിക്കുന്നു. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളെ താങ്ങി നടത്തുന്ന ഒരു എനർജിയാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. വിജയക്കൊടി നിങ്ങളിലേക്ക് കടന്നു വരുന്നു. താങ്ക് യു യൂണിവേഴ്സ്. അടുത്ത വന്നിരിക്കുന്ന ടവറാണ്. ഇപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ഏത് മേജറായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഓക്കെ അതിവിടെ സറണ്ടർ ആകുകയാണ്. ഓക്കെ, നിങ്ങൾ യൂണിവേഴ്സിലേക്ക് ഈ ഒരു നിമിഷം നിങ്ങൾ താങ്ക്സ് പറഞ്ഞ് നിങ്ങൾ സറണ്ടർ ആയിരിക്കുന്ന ഈ ഒരു നിമിഷം തന്നെ ഒരു അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കുന്നു. ഓക്കെ, ഇവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഡെവിൾ എനർജിയാണ് ഇവിടെ തകർന്നിരിക്കുന്നത്. ഓക്കെ, ഡെവിളിൻ്റെ കാർഡാണ് ഈ വന്നിരിക്കുന്നത്. ചില ചെന്നായ്ക്കൾ, ആട്ടുംതോലിട്ട ചില ചെന്നായ നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. ഓക്കെ, ആ ഇടയിലുണ്ടായിരുന്ന ചെന്നായ്ക്കാണ് ഇവിടെ ഒരു ടവർ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ആരാണോ നിങ്ങളുടെ ലൈഫിൽ കൂടെ നിന്ന് പ്രവർത്തിച്ച ഏത് ബ്ലാക്ക് എനർജിക്കും ഇവിടെ ടവർ വന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഈ ഒരു താങ്ക്സ് പറച്ചിലൂടെ യൂണിവേഴ്സ് ഈ 2024 അവസാനത്തെ എനർജി മുഴുവനും നിങ്ങളിലേക്കാണ് പകർത്തിവിടുന്നത്. ചെന്നായയുടെ തോല് അഴിഞ്ഞു വീഴുന്നു. ഓക്കെ, ആട്ടിൻ തോല് പുറത്ത് വരുന്ന എനർജി. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, അടുത്തത് എംപററിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾക്ക് ഒരധികാരം ലഭിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വാല്യൂവും തരാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു വാല്യൂവും ഇല്ലാതെ തകർത്ത് മാറ്റിയിട്ടിരുന്ന ചില സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു മാറ്റമാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ക്യൂൻ ഓഫ് സോഡ്, നിങ്ങൾ സ്ട്രെങ്ത് കൊണ്ടുവരുന്നു. ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ എനർജി ഇവിടെ വന്ന് നിങ്ങൾക്ക് സ്ട്രെങ്ത് വരുന്നു. ഓക്കെ, ഒരു അധികാരം നിങ്ങൾക്ക് ലഭിക്കുന്നു. ഹസ്ബൻഡിനാണെങ്കിലും ശരി വൈഫിനാണെങ്കിലും ശരി ഇവിടെ ഈക്വലാകുന്നു. ഓക്കെ, നിങ്ങളുടെ മാനസികാവസ്ഥ ഈക്വലാകുന്നു. നിങ്ങൾ ഒരിക്കലും ഒന്നിലും പിറകിലല്ല എന്ന് ഇവിടെ കാണിക്കുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അടുത്തത് മജീഷ്യൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തും നേടിയെടുക്കുവാനുള്ള ഒരു മാജിക്കൽ പവർ നിങ്ങൾക്ക് ലഭിക്കുന്നു. അഫർമേഷൻ ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നു. മൂണിൻ്റെ ഒരു അഫർമേഷൻ വീഡിയോ ഞാൻ ഇടുന്നതാണ്, മെഡിറ്റേഷൻ വീഡിയോ ഇടുന്നതാണ്. നിങ്ങൾ ആ മെഡിറ്റേഷൻ വീഡിയോ ഫോളോ ചെയ്യുക. അത് നിങ്ങളുടെ സോളിനെയും കൊണ്ട് യൂണിവേഴ്സിലേക്ക് കടന്നുപോയി, യൂണിവേഴ്സിൻ്റെ എനർജിയിലേക്ക് കടന്നുപോയി നമ്മൾ അഫർമേഷൻ ശക്തി പുതുക്കി കൊണ്ടുവരുന്ന നമ്മുടെ ലൈഫിലേക്ക് ഓരോന്നിനെ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു മാനിഫെസ്റ്റ് വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങളത് കാണേണ്ടതായിട്ടുണ്ട്. അത് 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കാണണം. ഓക്കെ,
അത് തന്നെ നിങ്ങളിൽ അഫർമേഷനിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പിടിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളൊരു ഇൻഫർമേഷൻ കൂടി ഇവിടെ ഉണ്ട്. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് മജീഷ്യൻ വന്നിരിക്കുന്നത്? ജീവിതത്തിൽ ചില ഭാരങ്ങൾ, മാനസികമായിട്ട് ചില കഷ്ടങ്ങൾ സഹിക്കുന്നത് കാരണം നിങ്ങൾ നിങ്ങളുടെ ഊർജത്തെ മനസ്സിലാക്കാതെ പോകുന്നു. നിങ്ങളുടെ ഊർജം എന്ന് പറയുന്നത് സണ്ണിൻ്റെ ഊർജമാണ്. ഇവിടെ 1 നമ്പറാണ് വന്നിരിക്കുന്നത്. സണ്ണിൻ്റെ തേജസ് നിങ്ങൾ മറന്നു പോകുന്നു. നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളൊരു 0 വോൾട്ടിൻ്റെ ബൾബ് മാത്രമാണ് നിങ്ങളെന്ന് നിങ്ങളുടെ തോന്നൽ. പക്ഷേ യഥാർത്ഥത്തിലുള്ള നിങ്ങൾ ആരെന്ന് നിങ്ങൾ മറന്നു പോകുന്നു. കാരണം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള മാനസിക പീഡനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കടന്നു പോകേണ്ടതായിട്ടുള്ള വഴികൾ, ഇനി എത്ര ദൂരം എന്ന് ഈ ഭാരവും ചുമന്നുകൊണ്ട് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന റിലേഷൻഷിപ്പിൻ്റെ ഭാരവും അനുഭവിച്ചുകൊണ്ട് ഇനി എത്ര ദൂരം നിങ്ങൾ നടക്കേണ്ടി വരും, എൻ്റെ എന്തായിരിക്കും എന്നുള്ളത് ഓർത്തോർത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസത്തെ നിങ്ങൾ നശിപ്പിക്കുന്നു. നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. അതിന് കാരണം നിങ്ങളുടെ മനസ്സിൽ പഴയ കാര്യങ്ങൾ, നിങ്ങൾ പോയി പാസ്റ്റിൽ നിന്നും വേദനകൾ എടുത്തുകൊണ്ട് വന്ന് ഇന്ന് ഇവിടെ ജീവിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ള വേദന എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ ജീവിക്കും. ഈ ഫ്യൂച്ചർ എന്ന് പറയുന്നത് സാങ്കല്പികം മാത്രമാണ്. മാറിയിട്ട് നിങ്ങൾക്ക് ഇന്ന് ഉള്ളതിലേക്ക് നിങ്ങൾക്ക് ജീവിക്കുക. ഇന്ന് നിങ്ങൾ ഒരു സണ്ണാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് എന്തും അട്രാക്റ്റ് ചെയ്യുവാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ നേടിയെടുത്തിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ 9 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. സർവ്വതും നേടിയെടുക്കുവാനുള്ള ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിൽ യൂണിവേഴ്സ് പകർന്നു തന്നിരിക്കുന്നു. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് അനുഗ്രഹത്തിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ 12 സോഡിയക് സൈനും 9 പ്ലാനറ്റും നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളെ അനുഗ്രഹിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. കിരീടത്തിൽ കാണുന്നത് 12 സോഡിയക് സൈൻ ആണ്. ഈ കഴുത്തിലിട്ടിരിക്കുന്ന മാല 9 പ്ലാനറ്റിനെയാണ് പറയുന്നത്. ഈ പ്ലാനറ്റിൻ്റെയും സോഡിയക് സൈൻ്റെയും അനുഗ്രഹം ഓവറോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്യാതെ ആ ഒരു അനുഗ്രഹം നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവന്ന് നീട്ടുമ്പോൾ, യൂണിവേഴ്സ് കൊണ്ടുവന്ന് നീട്ടുന്ന സമയത്ത് നിങ്ങൾ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ഇതിലേക്ക് മാത്രം നോക്കിയിട്ട് എന്തായിരിക്കും എൻ്റെ പാസ്റ്റ്, എന്തായിരുന്നു എൻ്റെ പാസ്റ്റ്, എന്തായിരിക്കും എൻ്റെ ഫ്യൂച്ചർ എന്ന് നോക്കി നിങ്ങളുടെ പ്രസൻറ്റിനെ നിങ്ങൾ നശിപ്പിച്ച് കളയുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയുന്നു, നിങ്ങൾ ആ ഒരു മാറ്റം നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു മാറ്റം കൊണ്ടുവരിക. മാറ്റം കൊണ്ടുവരുന്നതിന് ഒരുപാട് പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു വ്യക്തി ഈ ഒരു സിംഹാസനം സ്വന്തമാക്കിയിരിക്കുന്നത് വെറുതെ അല്ല. ഈ എംപ്രസ് എന്ന് പറയുന്നത് ഈ ഇവിടെ ഉള്ള എല്ലാ കാർഡുകളിലും ക്യൂൻ ഓഫ് വാണ്ട്, ക്യൂൻ ഓഫ് സോഡ്, ഇതിലെല്ലാത്തിലും വലുതായിട്ടുള്ള മഹാറാണിയാണ് എംപ്രസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത്രയും ജോലികൾ ചെയ്തു, അവരൊരുപാട് കഠിനാധ്വാനത്തിന് ശേഷം, ഒരുപാട് അഫർമേഷന് ശേഷം, ഒരുപാട് അവരുടെ മാനസിക കൺട്രോളിങ്ങിന് ശേഷം, നെഗറ്റീവ് തോട്ടുകളെ പൂർണ്ണമായിട്ടും വിട്ടുകളഞ്ഞ് ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചതിന് ശേഷം അവർ നേടിയെടുത്തിരിക്കുന്നതായിട്ടുള്ള സിംഹാസനമാണ്. അതുപോലെയാണ് നിങ്ങളും ചെയ്യേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വിട്ടുകളയണമെന്ന് നിങ്ങളുടെ മനസ്സനുവദിക്കത്തില്ല, പക്ഷേ നിങ്ങൾ അത് ചെയ്തേ മതിയാകൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗ്രോത്ത് വരികയുള്ളൂ എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു. അപ്പം നിങ്ങൾ വിട്ടുകളയേണ്ട കാര്യങ്ങൾ, അതെനിക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങൾ ലഭിക്കത്തില്ല. നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങളുടെ പാസ്റ്റിനെ നിങ്ങൾ വിട്ടുകളഞ്ഞതിന് ശേഷം നിങ്ങൾ ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ സന്തോഷിക്കുക. ഓക്കെ, സന്തോഷിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വന്നെത്തുകയുള്ളൂ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും. നിങ്ങൾ ധൈര്യത്തോടുകൂടി ഇരിക്കുക, നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. ഓക്കെ, നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് കൂടി എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് പോവാം, സാമ്പത്തികത്തിലേക്ക് പോവാം. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്? പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകുന്നത്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, നിങ്ങളിത് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് കൊടുക്കുന്നത്? യൂണിവേഴ്സിൻ്റെ അത് ശക്തമേറിയ എനർജിയിലേക്ക് കാർഡിനെ സമർപ്പിക്കുന്നു. ഏറ്റവും കറക്റ്റായിട്ട് റീഡിങ്ങിനായി സമർപ്പിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തിക്ക് നൽകുന്ന മെസ്സേജ് 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ മിസ് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണുന്നു. ഓക്കെ, അവരുടെ ലൈഫിൽ നിങ്ങൾ തിരികെ വേണമെന്നവർ ഒരുപാട് കൊതിക്കുന്നതായി കാണുന്നു. ഓക്കെ,
നിങ്ങളോടൊന്ന് മിണ്ടണം, നിങ്ങളുമായിട്ട് അവരുടെ ഇമോഷനെ ഒന്ന് ഷെയർ ചെയ്യണം, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒന്ന് മിസ്സ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഒരിക്കലും അവരെ മനസ്സിലാക്കിയിരുന്നില്ല, അവരുടെ ഫീലിങ്സ് എന്തെന്ന് നിങ്ങൾ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല എന്നുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഒരു മെസ്സേജാണ് തരുന്നത്. ശരിക്കും നിങ്ങളെ അവർ മിസ്സ് ചെയ്യുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ കാർഡ് വന്നിരിക്കുന്നത് ഇവിടെ 5 ഓഫ് പെൻറ്റിക്കിളിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. 5 ഓഫ് പെൻറ്റിക്കിൾ ചില നെഗറ്റീവ് തോട്ടുകളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ ഇറങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ചിലപ്പോൾ ഒരു പക്ഷേ നെഗറ്റീവായിട്ട് കുറേ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളിലേക്ക് നെഗറ്റീവ് എനർജി പകർന്ന് തങ്ങളെ പിരിച്ച് കളഞ്ഞിട്ടുള്ള ഒരു എനർജി ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നു, എനിക്ക് ദൈവം തന്ന ഒരു ഗിഫ്റ്റ് തന്നെ ആയിരുന്നു, ഒരിക്കലും വിലമതിക്കാനാകാത്ത ഒരു ഗിഫ്റ്റ് ആയിരുന്നു നിങ്ങൾ. പക്ഷേ ചില വ്യക്തികളുടെ നെഗറ്റീവ് തോട്ടുകൾ കാരണം നിങ്ങളുടെ ലൈഫിൽ നിന്നും അവർക്ക് വിട്ടുപോകേണ്ടതായിട്ട് വന്നിരിക്കുന്നു. ഇപ്പോൾ അവരത് റിയലൈസ് ചെയ്തിരിക്കുന്നു. നെഗറ്റീവ് എനർജിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ പുറത്ത് വരുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ അവർക്ക് ഇപ്പോൾ ദൈവം തന്ന ഒരു ഗിഫ്റ്റായിട്ടൊക്കെ അവർക്ക് തോന്നുന്നു. ഓക്കെ, അവർക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അവർ നിങ്ങളെ മനസ്സിലാക്കാൻ താമസിച്ചു പോയി എന്നുള്ളൊരു മെസ്സേജ് കൂടിയാണ് ഇവിടെ കാണുന്നത്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തിരിക്കുന്ന വ്യക്തി ഈഗോ, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് വളരെ വലിയ ഈഗോ കാണിക്കുന്നതായി കാണുന്നു. ഓക്കെ, ഏതെങ്കിലും കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടിട്ടോ അവർ ഒരുപാട് ഈഗോ കാണിക്കുന്ന ഒരു എനർജി ഇവിടെ പ്രത്യക്ഷമായിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് സോഡ് വന്നിരിക്കുന്നത്? ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനെ പറയുന്നതായിരിക്കും. നിങ്ങൾ ചിലപ്പം ഏതെങ്കിലും കാര്യത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഇടയിൽ വഴക്കുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയുന്നു അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും മറ്റ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി അവർക്കൊരിക്കലും മറന്നു കളയാൻ പറ്റില്ല. ഒരു പക്ഷേ നിങ്ങൾ അവരുടെ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൽ നിങ്ങളുടെ റിലേഷൻ ഒരു പക്ഷേ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ഫാമിലിയും കുട്ടികളെയും ഒന്നും മറന്നു കളയാൻ പറ്റില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ടുള്ള വ്യക്തികൾക്കാണ്. നിങ്ങളോട് സ്നേഹമുണ്ട് എങ്കിൽ പോലും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ മറന്നു കളയാൻ അവർക്ക് പറ്റില്ല എന്നുള്ളൊരു ഇൻഫർമേഷൻ ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് അവർ തരാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് എന്താണെന്ന് നോക്കട്ടെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. മൂന്നാമത്തെ കാർഡുകാർക്ക് എൻ്റെ വ്യൂസിനോടുള്ള ഇപ്പോഴുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇപ്പോഴുള്ള കറണ്ട് ഫീലിങ്സ്, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ്. നമ്മൾ ഓക്കെ ശരിയാണ്, നമ്മൾ ഏത് വിധത്തിലും നമ്മൾ ഒരു നല്ല ചേർച്ചയുള്ള വ്യക്തികൾ തന്നെയാണ് എന്ന് പറയുന്നു. പക്ഷേ എന്നിരുന്നാലും എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ചില വ്യക്തികളെ എനിക്ക് അങ്ങനെ മറന്നു കളയാൻ പറ്റില്ല എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെയും വേണം തേർഡ് പാർട്ടിയും വേണം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് ഈ മൂന്നാമത്തെ കാർഡിൽ കാണുന്നത്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല, റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നമുക്ക് നോക്കാം ഈ 2024 അവസാനത്തിൽ എൻ്റെ വ്യൂസിന് നൽകുന്ന സാമ്പത്തിക അനുഗ്രഹങ്ങൾ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് തന്നെ എടുക്കാം. ഓക്കെ, കുറച്ച് നേരം ഇരുന്ന് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. യൂണിവേഴ്സ് എന്നോട് സംസാരിക്കുന്ന മെസ്സേജ് തന്നെ എനിക്ക് കേൾക്കാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ അഫർമേഷൻ ചെയ്യാൻ നോക്കുക. ഇതിൽ വരുന്ന പോസിറ്റീവ് എനർജി എൻ്റെ ലൈഫിലേക്ക് പൂർണ്ണമാക്കി തീർക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് റീഡിങ് കാണുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് നൽകുന്ന സാമ്പത്തിക അനുഗ്രഹം എന്താണ്? ഈ 2024 അവസാന നിമിഷങ്ങളിൽ കൊടുക്കുന്ന അനുഗ്രഹം എന്താണ്? ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസ് ആണ്. നിങ്ങൾക്ക് വരുന്ന അനുഗ്രഹം തന്നെ നിങ്ങൾക്ക് ഒരു ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. ഇൻറ്റ്യൂഷൻ പവർ, ആത്മീയതയാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, ദൈവത്തിൽ നിന്നും ഒരു ഹൈ എനർജി ഇൻറ്റ്യൂഷൻ പവറാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഓവറോൾ എനർജി. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 3, 11, 2, 6, 17, 8, 10, 1, 7, 2. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ 3 വന്നിരിക്കുന്നത്. സാമ്പത്തിക കാര്യവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇവിടെ 3 വന്നിരിക്കുന്നത്? ഒരു പക്ഷേ മൂന്നാമത് ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടതിൻ്റെ പേരിൽ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട്. ജോലി സംബന്ധമായി
നേരിട്ടിട്ടിരിക്കുന്നതായി കാണുന്നു. ചില ഷെയർ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ചില വ്യക്തികൾ ചേർന്ന് 3 പേരും കൂടി ചേർന്ന് നിന്ന് ചില ജോലികൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ, 3 പേരെന്ന് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ, ഒന്നോ അതിലധികമോ ആൾക്കാർ ചേർന്ന് നിന്ന് ചില ബിസിനസ്സുകൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്കൊരു ചതി സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മാനസികമായി തകർന്നിരിക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നു. ഓക്കെ, അതല്ലെന്നുണ്ടെങ്കിൽ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിനെ തകർത്തതായി കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരുന്ന ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരുപാട് അവരെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഉള്ള ഒരു വ്യക്തിയിൽ നിന്നും ഒരു ചതി നിങ്ങൾക്ക് ലഭിച്ചതായി കാണുന്നു. നിങ്ങൾ ചെയ്യാത്ത തെറ്റുകൾക്ക് നിങ്ങളിലേക്ക് ആരോപണങ്ങൾ നൽകിയിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അടുത്തത് ജസ്റ്റിസ് ആണ് വരുന്നത്. നിങ്ങളുടെ സാമ്പത്തിക കാര്യത്തിൽ, നിങ്ങളുടെ ജോലി കാര്യത്തിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുന്നു. ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഓപ്പൺ ആകുന്നു. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നത് നിങ്ങളുടെ ബാലൻസിങ്ങിലാണ്. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾക്ക് ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇതുവരെയും നിങ്ങളുടെ ലൈഫിൽ ഒരു കൺട്രോളും ഇല്ലാതെ സാമ്പത്തികത്തിന് വിപരീതമായിട്ട് നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരുന്നെങ്കിൽ, അനുഗ്രഹത്തിന് വിപരീതമായി സംഭവിച്ചു കൊണ്ടിരുന്നെങ്കിൽ അതിലൊരു ജസ്റ്റിസ് നിങ്ങൾക്ക് വരികയാണ്, ഒരു കൺട്രോൾ നിങ്ങൾക്ക് വരികയാണ്. ഓക്കെ, മാനസികമായി സ്ട്രെങ്ത് എടുക്കുവാൻ പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. ഇവിടെ അഡ്വക്കേറ്റിനെ കാണിക്കുന്നുണ്ട്, ചില പോലീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില എനർജികൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില കേസ് വഴക്കുകളോ അല്ലെങ്കിൽ കോടതി പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉള്ളതായി കാണുന്നു. അതിലെല്ലാം നിങ്ങൾക്കൊരു വിജയമാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നീതി ലഭിക്കുന്നു. അടുത്തത് വിജയമാണ് വരുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. ചില വ്യക്തികൾക്ക് ഇവിടെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ജോലി നിങ്ങൾക്ക് ലഭ്യമാകുന്നതായി കാണുന്നു. നിങ്ങൾ PSC എഴുതിയിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി നിങ്ങളെ തേടി എത്തുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി പ്രൊമോഷനിലേക്ക് കടന്നു പോകുന്നതായി കാണുന്നു. കുറേ നാളായിട്ട് നിങ്ങൾ ആ പ്രൊമോഷന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നു, അത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതായി കാണുന്നു. ഒരു അഡ്വക്കേറ്റ് ഇവിടെ കാണിക്കുന്നത്, ഒരുപക്ഷെ നിങ്ങൾ അഡ്വക്കേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പോലീസായിരിക്കാം. എനർജി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഉയർന്ന ഒരു ജോലി കയറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. ഓക്കെ, നിങ്ങൾ ചില ബിസിനസ്സുകൾ, ചിലപ്പം എന്തെങ്കിലും ഷോപ്പുകൾ ഓപ്പൺ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഏറ്റവും നല്ലൊരു സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ളതെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് 6 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. 6 ഓഫ് വാണ്ട് നിങ്ങൾക്ക് ഒരു വിജയത്തിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നു. ചിലപ്പോൾ സാമ്പത്തിക നഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ ചില മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ആ നഷ്ടങ്ങൾക്കെല്ലാം നിങ്ങൾക്കൊരു വിജയം ലഭിക്കുന്നു. നിങ്ങളിൽ നിന്ന് ചില പണങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും. അതിലെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഒരു വിജയത്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ദ സ്റ്റാർ വന്നിരിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സ്റ്റാർ ആകാൻ പോകുന്നു. ഓക്കെ, എല്ലാ കാര്യവും ബാലൻസിങ്ങിലാവുന്നു. തകർന്നു പോയി എന്ന് വിചാരിച്ചിരുന്ന പല സ്ഥലങ്ങളിൽ നിന്ന് വിജയം നിങ്ങളിൽ തേടി എത്തുന്നു. ഓക്കെ, നിങ്ങളെ കണ്ടു പഠിക്കുക എന്ന് മറ്റുള്ളവർ പറയുന്ന രീതിയിൽ ഒരു മാറ്റം, ഒരു പെട്ടെന്നുള്ളൊരു, നിങ്ങൾ ചിന്തിക്കാത്ത ഒരു മാറ്റമാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കത്തില്ല ഇങ്ങനെ ഒരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കുമെന്ന്. നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് യൂണിവേഴ്സിൽ നിന്നും ഒരു അഗ്നി, അനുഗ്രഹത്തിൻ്റെ ഒരു അഗ്നിയാണ് നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത്. ആ ഇറങ്ങി വരുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം നിങ്ങൾ വിശ്വസിക്കുന്നതിലും അപ്പുറമായി തീരുമെന്ന് യൂണിവേഴ്സ് പറയുന്നു. 2024 അവസാനത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു മാറ്റം വന്നിരിക്കും. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നു. നിങ്ങളുടെ സമയം നിങ്ങൾക്ക് അനുകൂലമായി കറങ്ങുന്നു. സാമ്പത്തികത്തിൻ്റെ ദിശയിലാണ് നിങ്ങൾക്കിപ്പോൾ അനുകൂലമായി കറങ്ങുന്നത്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങൾക്ക് സാമ്പത്തികത്തിൻ്റെ ദിശയിലേക്ക് കറങ്ങുന്നു. നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിനും നിങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ യൂണിവേഴ്സ് ഉണ്ട്. നിങ്ങളെ സഹായിക്കാൻ പല വ്യക്തികളും, ഇതുവരെ നിങ്ങളെ ഇഗ്നോർ ചെയ്തിരുന്ന പല വ്യക്തികളും ഇനി നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി നിങ്ങളോട് കൈ ചേർത്ത് വരാൻ തീരുമാനിക്കുന്നു. ഓക്കെ, യൂണിവേഴ്സിൻ്റെ കാർഡ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് 7 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങൾ കുറേ നാളായിട്ട് ചില സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ചില ജോലിക്ക് വേണ്ടിയിട്ടോ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ആ വെയിറ്റ് ചെയ്തതിന് ഒരു അനുഗ്രഹം ഇവിടെ വന്നെത്തിയിരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം വന്ന് ഉദിക്കാൻ പോകുന്നു.
നിങ്ങൾക്ക് ഇവിടെ ഒരു പച്ചപ്പക്കിയെ കാണാം. നമ്മുടെ നാട്ടിൽ ഇതിനെ പച്ചപ്പക്കി എന്നാണ് പറയുന്നത്, നിങ്ങളവിടെ പുൽച്ചാടി എന്നായിരിക്കും പറയുന്നത്. അപ്പം അല്ലെങ്കിൽ വെട്ടുക്കിളി എന്ന് പറയുമായിരിക്കും. അപ്പം വെട്ടുക്കിളിയെ ഇവിടെ സൂചിപ്പിക്കുന്നത്, ടാരോ റീഡിങ് അനുസരിച്ച് ഇതിനെ സൂചിപ്പിക്കുന്നത് ക്ഷമയെയാണ് സൂചിപ്പിക്കുന്നത്. സമയമാകുമ്പോൾ ക്ഷമയോട് മുന്നോട്ട് ചാടാം, മുന്നോട്ട് കുതിക്കാം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് ടൈം ആകുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ മുന്നോട്ട് കുതിപ്പിക്കും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ കൗതുകത്തോടു കൂടി സന്തോഷത്തോടു കൂടി നിങ്ങൾ ഇരിക്കുക, സമാധാനത്തോടു കൂടി നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഇരിക്കുക എന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ കുട്ടികളെ പോലെ നിങ്ങൾ സ്നേഹമുള്ളവരായിട്ടും ക്ഷമയുള്ളവരായിട്ടും ഇരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നതായ പ്രശ്നങ്ങളെ നിങ്ങൾ മാറ്റി നിർത്തുക. പ്രശ്നങ്ങളെ മാറ്റി നിർത്തുക എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ നിങ്ങൾ തകർന്നു പോകാതിരിക്കുക. ഒരിക്കലും നമുക്ക് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാതിരിക്കാൻ പറ്റില്ല, പക്ഷെ അതിൽ നിങ്ങൾ ഒരിക്കലും കൈവിട്ട് പോകരുത്. നിങ്ങൾ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ മനസ്സിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, സാമ്പത്തികം നിങ്ങളെ തേടിയെത്തുന്നു. ഭൂമി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുവെങ്കിൽ ആ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു നീക്കുപോക്ക് വരുന്നു. നിങ്ങളുടെ ഭൂമി വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഭൂമി വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, അതിന് സാമ്പത്തികം ശരിയായില്ല, കുറച്ച് സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതെല്ലാം സക്സസ്സിലേക്ക് വരുന്ന ഒരു സക്സസിൻ്റെ കാർഡാണ് ഈ വന്നിരിക്കുന്നത്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഇൻറ്റ്യൂഷനാണ്. നിങ്ങളിലേക്ക് തന്നെ ഇറങ്ങി വന്ന് യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ടാരോ എന്നെഴുതിയിരിക്കുന്ന ഒരു എനർജി ഇവിടെ കണ്ടിരിക്കുന്നു. ചില വ്യക്തികൾ ഇവിടെ എന്നെ കാണുന്നതിൽ ചില വ്യക്തികൾ ടാരോ റീഡിങ് പഠിക്കുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ടാരോ റീഡിങ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ഹീലിംഗ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ഒരുപക്ഷെ ഹീൽ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, മറ്റുള്ളവർക്ക് ഹീൽ ചെയ്തു കൊടുക്കുന്ന വ്യക്തികളായിരിക്കാം. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ 7 ചക്ര നിങ്ങൾ ഹീൽ ചെയ്യുക. എല്ലാ ചക്രാസും നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു ഊർജത്തിൻ്റെ ആവശ്യകതയുണ്ട്. നിങ്ങളിപ്പോൾ ചെറുതായിട്ടെങ്കിലും ഡൗൺ ആയിരിക്കുന്ന നെഗറ്റീവ് നിങ്ങളിലേക്ക് ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് മാറ്റുക. നിങ്ങൾ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവരിക. ഓക്കെ, നിങ്ങൾ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ശാന്തി സമാധാനം ലഭിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക, യൂണിവേഴ്സിനോട് നന്ദിയുള്ളവരായിരിക്കുക, നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തിനും നന്ദിയുള്ളവരായിരിക്കുക. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ഹൃദയത്തിലെ ഹീൽ ചെയ്യുക. ഹൃദയത്തെ മാത്രമല്ല നിങ്ങളുടെ 7 ചക്രാസിനെ ഹീൽ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ജോലി സംബന്ധമായിട്ട് ഈ 2024 കഴിയുന്നതിന് മുമ്പ് ഒരു മാറ്റം ഉണ്ടാകുമോ? പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ്. 2024 കഴിയുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം, ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ ജോലിയിൽ ഒരു ഉയർച്ച ലഭിക്കുമോ? പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ്. കുറച്ച് സമയങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിൽ ഇനി ഉള്ളൂ. ഇവിടെ എന്ത് അത്ഭുതമാണ് സംഭവിക്കുന്നത്? യൂണിവേഴ്സിന് എന്ത് സംഭവിക്കാം? ഒരു വാക്ക് മതി, അത് മതിയേ നിങ്ങളുടെ ജീവിതം മാറി മറിയുവാൻ. ഓക്കെ, അപ്പം യൂണിവേഴ്സിൻ്റെ ആ ഒരു ഒറ്റ വാക്ക്, എൻ്റെ ഒരൊറ്റ വാക്ക് മതി. ആ വാക്കിൽ എൻ്റെ ജീവിതം, ഇപ്പോഴുള്ള സാഹചര്യം മുഴുവനും മാറി മറിയുമെന്ന് വിശ്വസിക്കുക. അപ്പോൾ ദൈവത്തോട് നമുക്ക് ചോദിക്കാം, യൂണിവേഴ്സേ, എനിക്ക് നിൻ്റെ ഒരൊറ്റ വാക്ക്, നിൻ്റെ ആ ഒരു വാക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തു നിൽക്കുന്നത്. ആ വാക്ക് എന്നിലേക്കൊന്ന് അയക്കൂ. എൻ്റെ ജീവിതം ഈ ഒരു സ്ഥിതിയിൽ നിന്നും മാറ്റി മറിയുന്ന ആ ഒരൊറ്റ വാക്ക് നീ അയക്കൂ. ഓക്കെ, നിങ്ങളുടെ കാർഡ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു മാറ്റം സംഭവിക്കുമോ? ബാലൻസിങ്ങിൽ വരുന്നുണ്ട്. ടെമ്പറൻസിൻ്റെ കാർഡാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ബിസിനസ് പരമായി നിങ്ങൾ ഉയർച്ചയിലെത്തും. നിങ്ങളുടെ ചിറകുകൾക്ക് ബലം പ്രാപിച്ചിരിക്കുന്നു. ദ മാസ്റ്ററിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ചിറകുകൾ ബിസിനസ് സംബന്ധമായും ജോലി സംബന്ധമായും നിങ്ങൾ ഉയർന്നു പറക്കുവാൻ പോകുന്നു. നിങ്ങളുടെ ചിറകുകൾക്ക് യൂണിവേഴ്സിൻ്റെ ശക്തി നിങ്ങൾക്ക് നിറച്ച് നൽകിയിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ കാര്യവും ബാലൻസിങ്ങിൽ വരും. നിങ്ങളുടെ ലൈഫിൽ ഇനി സണ്ണിൻ്റെ കാലമാണ്, ഉദയത്തിൻ്റെ കാലമാണ്. നിങ്ങൾക്ക് ഏത് പ്രതികൂല സാഹചര്യത്തിൽ കൂടിയും നിങ്ങൾക്കൊരു വഴി ഇവിടെ തെളിഞ്ഞു വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഗ്രോത്ത് സംഭവിക്കുന്നു, ബാലൻസിങ്ങിൽ വരുന്നു. നിങ്ങൾ സർവ്വതും നേടിയെടുക്കുന്ന സാമ്പത്തിക അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു. ഓക്കെ, ഇവിടെ സാന്താക്ലോസ് വന്നിട്ടുണ്ട്. സാന്താക്ലോസ് നിങ്ങൾക്കൊരു ഗിഫ്റ്റുമായിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, ക്രിസ്മസിൻ്റെയൊക്കെ ടൈമിലാവുന്ന സമയത്ത് നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങളുമായിട്ട്
നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളുടെ ജോലിയുമായിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ ഗിഫ്റ്റുമായിട്ട് സാന്താക്ലോസ് നിങ്ങളിലേക്ക് എത്തും. തുർക്കിയിലുള്ള ഒരാളാണ് സാന്താക്ലോസ്. വിശുദ്ധ നിക്കോളസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. പിന്നീട് അത് സാന്താക്ലോസ് ആയിട്ട് വന്ന് ഈ പുള്ളി ചെയ്യുന്നത് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റുകളൊക്കെ കൊടുത്ത് ക്രിസ്മസിൻ്റെ സമയത്ത് കൊടുക്കുന്ന ഒരു ജോലിയല്ല, അത് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്നതാണ്. ഗിഫ്റ്റുകൾ ദാനം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഗിഫ്റ്റ് എന്തായിരുന്നാലും വരുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിലൊരു ഗിഫ്റ്റ് വരുന്നുണ്ട്, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് ഒരു ഗിഫ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അടുത്തത് നോക്കാം. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് സാമ്പത്തികം തന്നെയാണ്. ക്യൂൻ ഓഫ് പെൻറ്റിക്കിള് ഗ്രോത്ത് ആണ്, സെലിബ്രേഷൻ ആണ്, വിജയമാണ്. നിങ്ങൾക്ക് ഉയർന്ന ഒരു ജോലി സ്ഥാനം ലഭിക്കുന്നുണ്ട്. ഓക്കെ, സ്റ്റേബിളായിട്ടുള്ള സാമ്പത്തിക ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സ്റ്റേബിളായിട്ടുള്ള, താൽക്കാലികത്തിനല്ല, സ്റ്റേബിളായിട്ട്. അയ്യോ, എപ്പോഴും താഴെ പോകണം. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്കൊരു മാറ്റം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലേക്ക്. പക്ഷേ നിങ്ങളിപ്പോഴും ആ ഒരു നെഗറ്റീവിലേക്ക് നോക്കരുത്. ആ നെഗറ്റീവ് നിങ്ങൾക്ക് കൊണ്ടുവരും. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, നീ അതിലോട്ട് ശ്രദ്ധിക്കണ്ട, നീ ഇങ്ങ് തിരിച്ചു പോന്നേരെ, നീ ഇരുന്ന് കരയുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് കുറേ നെഗറ്റീവ് തോട്ടുകൾ, നീ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ചില നെഗറ്റീവ് തോട്ടുകൾ വരും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന എന്ത് പ്രശ്നമാണെങ്കിലും നിങ്ങൾ ആ പ്രശ്നത്തിനോട് നോക്കി നിങ്ങൾ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിത് ഒരു അവസാനമല്ല, ഇതൊരു ടേണിംഗ് പോയിൻ്റാണ്. എൻ്റെ വഴി ഇവിടെ മേലെ വന്നിട്ട് അവിടെ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, അവിടെ ഒരു സ്റ്റോപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് അവസാനമല്ല, അവിടുന്ന് മാറിപ്പോകുന്നതിന് വേണ്ടി യൂണിവേഴ്സ് ഒരുക്കിയിരിക്കുന്ന മറ്റൊരു വഴിയാണ് എന്ന് നിങ്ങൾ ആ പ്രതിസന്ധികളോട് നിങ്ങൾ ധൈര്യപൂർവ്വം പറയുമെങ്കിൽ നിങ്ങളിലേക്ക് സെലിബ്രേഷൻ വന്നു ചേരും. നിങ്ങൾക്ക് ഗ്രോത്ത് വരും. നിങ്ങളുടെ പാഷൻ നിങ്ങളിലേക്ക് സ്വന്തമാക്കാൻ കഴിയും. നിങ്ങൾക്ക് സ്റ്റേബിളായിട്ടുള്ള ഒരു സാമ്പത്തിക നില നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ അനുഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു കസേര എന്ന് പറയുമ്പോഴത്തേക്കും, സിംഹാസനം എന്ന് പറയുമ്പോൾ ഉയർന്ന ഒരു സ്ഥാനം, ജോലി സ്ഥാനം നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ കയ്യിൽ പണം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അടുത്തത് വന്നിരിക്കുന്നത് മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർ നെഗറ്റീവ് തോട്ടിലോട്ട് ഇരിക്കുകയാണല്ലോ. താങ്ക് യു യൂണിവേഴ്സ്. 5 ഓഫ് കപ്പിൻ്റെ എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് ഒരുക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നതേ ഇല്ല. നിങ്ങൾ വീണ്ടും ആ നെഗറ്റീവിലേക്ക്, വിഷമത്തിലേക്ക് മാത്രമാണ് നിങ്ങളുടെ മനസ്സ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളൊന്ന് ട്രസ്റ്റ് ചെയ്യുമോ, എന്നെ ഇച്ചിരി ഒന്ന് ട്രസ്റ്റ് ചെയ്യാമോ എന്നാണ് യൂണിവേഴ്സ് ചോദിക്കുന്നത്. ഒരു ഇച്ചിരി നേരത്തേക്ക്, ബാക്കി 15 ദിവസത്തേക്ക്, 15 ആ ഒരു 15 ദിവസത്തേക്കെങ്കിലും എന്നെ ഒന്ന് ട്രസ്റ്റ് ചെയ്യാമോ എന്ന് യൂണിവേഴ്സ് നിങ്ങളടുത്ത് കെഞ്ചി ചോദിക്കുകയാണ്. ഓക്കെ, നിങ്ങളെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി. അയ്യോ, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി, എനിക്കിനി രക്ഷയില്ല, 2024 നശിച്ചു പോയി, ഇനി 2025 ഇനി ഏത് പടുതിയാണോ എന്തോ എന്നും ചോദിച്ച് സ്വയം ശപിക്കുന്നതായിട്ടുള്ള ഒരു എനർജി, ആ ഒരു എനർജിയിൽ നിന്ന് ഒന്ന് മാറാമോ, എന്നെ ഒന്ന് ട്രസ്റ്റ് ചെയ്യാമോ, ഞാൻ നിന്നെ താങ്ങിക്കൊള്ളാം എന്ന് യൂണിവേഴ്സ് പറയുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കും, ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നൊന്ന് മാറിയാൽ മതി, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറ്, അപ്പം ഞാൻ നിങ്ങൾക്ക് ഇത് തരും, എന്നെ ഒന്ന് വിശ്വസിക്കും, നിങ്ങളൊന്ന് മാറി തന്നാൽ മാത്രം മതി എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് മാറിക്കൊടുക്കുക. നിങ്ങൾക്ക് എന്തായിരുന്നാലും ഒരു മാറ്റം വരും. ആ നെഗറ്റീവ് തോട്ടിൽ നിന്നും മാറാൻ സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. അപ്പം ഇതാണ് നിങ്ങളുടെ എനർജി. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. 2024 അവസാനം ഒരു ശക്തിയുടെ മാസമായി മാറട്ടെ, ശക്തിയുടെ സമയമായി മാറട്ടെ. ഇനി കുറച്ച് സമയങ്ങൾ, മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ആ മണിക്കൂറുകൾ നമുക്ക് ഏറ്റവും ശക്തിയാക്കി തീർക്കാം. നെഗറ്റീവ് വാക്കുകൾ പരമാവധി എന്ന് പറഞ്ഞാൽ പരമാവധി 0 ആക്കാൻ പറ്റുമെങ്കിൽ 0 ആക്കുക. ഓക്കെ, അതാണ് നിങ്ങളുടെ അനുഗ്രഹത്തിന് നല്ലത്. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.